ഹായ്, എല്ലാവർക്കും സ്വീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഭവം കേക്കാണ്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് സമയമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കേക്ക് കുറച്ച് വെറൈറ്റിയാണ്. എന്തെന്ന് ഞാനിപ്പോൾ അതെടുത്ത് ഞാൻ പറയുന്നില്ല, ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക, വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കി അതാണ് കഴിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇതിൻ്റെ ടേസ്റ്റ് എന്താണ്, വ്യത്യാസം എന്താണ്. അപ്പോൾ പുതിയ എപ്പിസോഡിലോട്ടൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എത്രയും പെട്ടെന്ന് കേക്കിനകത്തേക്ക് പോവാം. കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ടേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഞാൻ. നമുക്ക് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട്, ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ മിക്സിയുടെ ജാറിനകത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് മുട്ട പതഞ്ഞ് വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് അത്യാവശ്യം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ പരുവത്തിനകത്തോളം നിങ്ങൾ ജാറിനകത്തിട്ടാണെങ്കിലും ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇപ്പം മുട്ട പതപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലോട്ടൊക്കെ ഞാൻ പഞ്ചസാരയാണ് ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കേക്കിൻ്റെ മധുരത്തിൻ്റെ കണക്കാക്കി ഇവിടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ച അളവാണ്. ഒരു കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ച അളവാണ്, എപ്പോഴും പറയുമ്പോൾ പഞ്ചസാര എടുക്കുന്ന അളവിൽ പൊടിച്ച അളവാണ്. കുറേശ്ശെയായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സഡ് ജാറിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബീറ്റ് ചെയ്യുക. വല്ല ഇലക്ട്രോണിക് ബീറ്റർ ആണെന്നുണ്ടെങ്കിൽ മീഡിയം ടു ഹൈയിലേക്ക് സ്പീഡ് വെച്ച് ബീറ്റ് ചെയ്തെടുക്കുക. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ കണക്ക് തന്നെ പഞ്ചസാര ബീറ്റായി കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ ഒന്നുകൂടെ ഫുൾ ആഡ് ചെയ്യാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു 3/4 കപ്പോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ. ബാക്കി പാൽ കുറച്ച് ആവശ്യമുണ്ട്, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തതിനകത്ത് ഈ കേക്കിൻ്റെ എന്ത് കേക്കാന്നുള്ള കാര്യമല്ലേ, ഇപ്പോൾ ഞാനിപ്പോഴത്തേക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പറയാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് റോബസ്റ്റ പഴം. അപ്പോൾ ഇത് റോബസ്റ്റ പഴമാണ്. ഈ 2 റോബസ്റ്റ പഴമുണ്ട്. ഈ റോബസ്റ്റ പഴം കൊണ്ടാണ് ഇന്നത്തെ നമ്മൾ കേക്ക് ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യൽ കേക്ക് എന്ന് അതിന് വേണ്ടി എടുത്ത് പറഞ്ഞാൽ ഈ റോബസ്റ്റ പഴം കൊണ്ട് എങ്ങനെ കേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോക്കകത്ത് കാണിക്കുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഈ പഴം രണ്ടും മിക്സിക്കകത്ത് ഇട്ടത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിലോട്ടേക്ക് പാലും കൂടെ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തത് 1 കപ്പ് ഉണ്ടായിരുന്നു. ഈ പാലെടുത്ത് നന്നായിട്ട് ഇതൊരു പേസ്റ്റാക്കി ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കേക്കിനെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെയാണ്, ഒരു ബൗളിനകത്ത് മേളിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മൈദ ഇട്ട് കൊടുത്തിട്ട് ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് നമ്മൾ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ശേഷമാണ് നമ്മൾ മൈദ പിന്നെ നമ്മൾ ബാറ്ററിന് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പിന്നെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇതിലോട്ട് വേണ്ടി 3 കപ്പ് മൈദയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1.25 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ആണെങ്കിലും മതി, 1.25 ടീസ്പൂൺ മാക്സിമം. ശേഷം ഇതൊരു 3-4 തവണ ഇങ്ങനെ തന്നെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ മൈദ എല്ലായിടത്തോട്ടേക്കും ഒരേ കണക്ക് തന്നെ യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ആകും. കേക്കിലെല്ലായിടവും ഒരേ കണക്ക് മൈദ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചില പോർഷനിൽ താന്നിരിക്കും, ചില പോർഷൻ പൊന്തിയിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് പലതവണ ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇത് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പം വേറൊരു വലിയ ബോൾ, ഇതിപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യാൻ ഒരു വലിയ ബോൾ എടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ ഫസ്റ്റ് അടിച്ച് വെച്ച ആ ഒരു മുട്ട മിക്സ്ചർ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് അടിച്ച് വെച്ചത് പഴം ആഡ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ്ചർ നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചത് കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് മധുരം, സാധാരണ നോർമൽ ടേസ്റ്റിൻ്റെ ആ ഒരു മധുരത്തിന് കണക്കാക്കിയാണ് ഇത്രയും പറഞ്ഞത്. 1.5 കപ്പോളം പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു ഡ്രോപ്പ് കാരമൽ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വരാൻ പോകുന്നൊരു കളറ് ഒരു നോർമൽ സാനില കളറായിരിക്കും. അപ്പോൾ ഒരല്പം കളറ് കിട്ടാൻ വേണ്ടി അങ്ങനെ ആഡ് ചെയ്ത് ബാക്കി നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കുക. സ്പാച്ചില യൂസ് ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കണക്കത്ത് തന്നെ ഇതുപോലത്തെ തവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടാണെങ്കിലും ചെയ്തെടുക്കുക. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യണം. ഒരു കാരണവശാലും ഇതിനകത്ത് തരിയൊന്നും ഉണ്ടാകരുത്. തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമല്ലോ, കേക്ക് ആ പോർഷൻ കൊണ്ട് കരിഞ്ഞു പോകും, കേക്കിൻ്റെ എല്ലാ ടെക്സ്ചറും മാറി കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത്
ഇതിപ്പോൾ ഇവിടെ എല്ലാവരും മിക്സ് ചെയ്തായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവമെന്ന് പറഞ്ഞാൽ. ഇനിയുള്ള ബാക്കിയുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇവിടെ ഞാനിപ്പോൾ ഒഴിച്ചത്. ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയാണ് വാനില എസൻസ് ആഡ് ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത പഴമല്ലയോ. ഒരു 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല, എടുത്തു പറയുകയാണ്. ഒരു 4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കേക്കിൻ്റെ ബാറ്റർ തയ്യാറായി. പാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ബേക്കിംഗ് പാൻ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്. പാൻ്റെ താഴെ നന്നായിട്ട് വെണ്ണയോ നെയ്യോ തടവി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരേ പാനിൽ തന്നെ ഒരു 2-3-4 തവണയോളം കേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് തടവി ഇടുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഗ്യാപ്പൊന്നും ഇല്ലാതെ കൈകൊണ്ട് തന്നെ പരമാവധി ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ബ്രഷ് വിട്ടാണെങ്കിലും ചെയ്യാം. ഞാൻ കൈകൊണ്ടാണ് തടവി എടുക്കുന്നത്. നെയ്യ് എല്ലായിടത്തോട്ട് നന്നായിട്ട് തടവിയിരിക്കണം. പിന്നെ അതോട്ടേക്ക് ഒരു 1.25 ടീസ്പൂണോളം മൈദ ആഡ് ചെയ്യുന്നുണ്ട്. മൈദ താഴെ ആഡ് ചെയ്തിട്ട് തട്ടി കൊടുക്കുക. എല്ലായിടും നന്നായിട്ട് ചേർത്ത് കൊടുക്കുക മൈദ. ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ മൈദ തേച്ച് കൊടുക്കണം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ബേക്കായിട്ട് വരുന്ന മേലോട്ട് പൊന്തി വരുന്ന ടൈമിന് ചുറ്റും എങ്ങും തന്നെ കേക്ക് ഒരു കാരണവശാലും പിടിച്ചിരിക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ കേക്ക് നമുക്ക് ഈ പാനിൽ നിന്ന് കേക്ക് ചിലപ്പോൾ ഇളകി വന്നില്ലെന്ന് വരും. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ഓയിൽ പേപ്പറാണിത്. ഇപ്പോൾ പാൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. ട്രേസിങ് പേപ്പറോ ഓയിൽ പേപ്പറോ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓയിൽ പേപ്പറൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണ്. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് നമുക്ക് ഈസി ആയിട്ട് മറിച്ചിടാം. ബാറ്റർ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ബാറ്റർ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ബേക്ക് പാൻ്റെ ഹാഫ് പോർഷൻസ് മാത്രമേ ബാറ്റർ ഒഴിക്കാവുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിരിക്കുന്നതാണ്. കേക്കാണെന്നുണ്ടെങ്കിൽ ബേക്കാകുന്നതനുസരിച്ച് മേലോട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് കവിഞ്ഞ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അകത്ത് കിടന്ന് കരിഞ്ഞ് ഭയങ്കര സ്മെല്ലായിരിക്കും. കേക്കിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഫ്ലേവറും ഒക്കെ പോയി കിട്ടും. പാൻ തയ്യാറാക്കാനായിട്ട് ഇതിപ്പോൾ ഒരു സാധാ നോൺ സ്റ്റിക്ക് പാനാണ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനോ അല്ലെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറോ യൂസ് ചെയ്യാം. പ്രഷർ കുക്കർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് അതുപോലെ തന്നെ ബെൽറ്റ് എല്ലാം ഊരി മാറ്റിക്കോണം. ഒരു 250 ഗ്രാമോളം ഉപ്പ് ഇപ്പം ഇതിനകത്താണെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 250 ഗ്രാം ഉപ്പോളം താഴെ നന്നായിട്ട് സെറ്റാക്കി വിടണം. ആ പാൻ ഫില്ലാകുന്ന കാര്യത്തിന് ഉപ്പ് ഇപ്പോൾ ഇതിൻ്റെ അളവിന് 250 ഗ്രാമാണ് വേണ്ടത്. നിങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ അത് കൂടുതൽ വേണ്ടി വരും, ചിലപ്പോൾ അത് കുറവ് വേണ്ടി വരും. നമുക്ക് ഉപ്പ് കുറച്ച് നമ്മൾ ആവശ്യം കഴിയുമ്പോൾ എടുത്തൊരു കവർ സൂക്ഷിച്ചാൽ പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് തന്നെ നമുക്ക് ഇതേ ഉപ്പ് തന്നെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. ഇനി ഇപ്പോഴത്തേക്ക് നമ്മൾ സാധാരണ മൈക്രോവേവ് പ്രീഹീറ്റ് ചെയ്യുന്നതാണ്. ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അല്പം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒരു ലിഡ് കൊണ്ട് എന്തെങ്കിലും മൂടി വെക്കുക. അങ്ങനെ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. താഴെ ഇപ്പോൾ ഇങ്ങനൊരു തിരികെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രമോ വെക്കണം. നേരിട്ട് താഴെ നമ്മൾ ഇനി കോണ്ടാക്റ്റിലോട്ടേക്ക് നമ്മൾ ബേക്ക് പാൻ വെക്കല് കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ ചൂട് ഒരേ കണക്ക് കയറുമ്പം. അപ്പോൾ ഈ ഒരു തിരികെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കണക്കത്തെ ഒരു പാത്രം. ഇതിപ്പോൾ ഞാനൊരു സ്റ്റീൽ പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ വെക്കാം. തിരികെ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ അതിനകത്ത് പറ്റുന്ന സ്റ്റാൻഡിൽ എപ്പോഴും ഹൈറ്റ് നോക്കിക്കോണം. കാരണം പാത്രം ഒത്തിരി മേലോട്ട് പൊന്തി വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മേളത്തെ ലിഡി വന്ന് കേക്ക് വന്ന് അതിനകത്തൊന്ന് മുട്ടിയിരിക്കും. അത് വേഗത്തില്ല. ബേക്ക് പാൻ ഇതിലോട്ടേക്ക് പതുക്കെ പ്രീഹീറ്റ് ചെയ്തതിനകത്തോട്ടേക്കാണ് ബേക്ക് പാൻ ഞാൻ ഇറക്കി വെച്ചത്. ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 മുതൽ 55 മിനിറ്റോളം ഇങ്ങനെ വെച്ച് വേവിച്ചെടുക്കണം. നമ്മൾ മൈക്രോവേവിൽ 40 മിനിറ്റോളം കൊണ്ട് ഈ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇതിനകത്തുനിന്ന് കേക്ക് വെന്ത് വരാനായിട്ട് ഒരു 45 മുതൽ 55 മിനിറ്റോളം ഇവിടെ വേണം. ഇനിയിപ്പോൾ ഈ ലിഡ് കൊണ്ട് ഇതൊന്ന് മൂടി വെക്കുക. ഇടയ്ക്ക് ഒരു കാരണവശാലും തുറന്ന് നോക്കരുത്. നിങ്ങൾക്ക് കേക്ക് വെന്തോ സംശയം ഉണ്ടാകുന്നുണ്ട്. 20 മിനിറ്റ് കഴിയുമ്പോൾ മാത്രം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നമുക്ക് കേക്ക് വെന്തോന്നുള്ള കാര്യം തുറന്ന് നോക്കാം അല്ലേ. ഞാൻ ഒരു 20 മിനിറ്റിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഞാൻ തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും കേക്ക് വെന്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് സെർവിങ്ങിന് ടൈം ആയിട്ടുണ്ട്. നോക്കി കാണാൻ പറ്റും. ഇത് ക്ലീനാണ്. ഇപ്പോൾ
ഇപ്പോൾ വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച മാവ് വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഒന്നുകൂടെ ഇത് വേവിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്ക് ഉടനെ ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ലോ ഫ്ലെയിമിലാണ് എപ്പോഴും ചെയ്യുന്നതെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തോളൂ. മീഡിയം ഫ്ലെയിമിലല്ല, പ്രീ ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ മീഡിയം ഫ്ലെയിമിൽ. കേക്ക് നമ്മളിങ്ങനെ വെച്ച് വേവിച്ചെടുക്കുന്നത് ലോ ഫ്ലെയിമിലാണ്. 40 മിനിറ്റ് ടൈം എന്നൊക്കെ പറയുന്നത്. 45 മിനിറ്റോളം കൊണ്ട് കേക്ക് വെന്ത് വരുന്നത്. ഇനി ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്ക് ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്, അന്നൊരു 10-20 മിനിറ്റോളം കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് കത്തി കൊണ്ടൊന്ന് എല്ലാവരുടെ സൈഡൊന്ന് കീറി വിടുക. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നേരത്ത് മൈദ പുരട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പം ഒരു സൈഡാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈഡ് പിരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ സൈഡ് കൊണ്ട് കീറി വരും കേക്കങ്ങ്. അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചറിൽ തന്നെ കേക്ക് കിട്ടത്തില്ല. ഒരു ഗിൽപ്പ ഇത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലോട്ടേക്ക് കേക്കിനി ഇപ്പം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ താഴെ കിടന്ന് ഇനി കുറച്ചും കൂടെ ചൂടാറാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ചൂടാറി കിട്ടും നമുക്ക്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെ തന്നെ കരിഞ്ഞിട്ടില്ല, വളരെ സ്മൂത്തായ കേക്കാണ്. വാനില എസൻസ് ഒക്കെ ചേർത്താണ്, നല്ലൊരു ഫ്ലേവറും ഉണ്ട്. പഴങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു ഉറപ്പാണ്. ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, വളരെ സിമ്പിളാണ് ഈ റെസിപ്പി. വീട്ടിൽ ആർക്കെങ്കിലും പുതിയതായിട്ട് നിങ്ങളുടെ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പഴം കഴിക്കാത്തവർക്ക് പോലും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ഇങ്ങനെയുള്ള പുതിയ എല്ലാ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക.